ആന്റണി ബിജെപിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ്. അക്കാര്യത്തിൽ എന്താണ് ഒരു വിശദീകരണം നൽകാനുള്ളത്? ഇതെല്ലാം എനിക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെല്ലാം എനിക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ കേട്ട വാർത്ത, നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിലെ വിവരങ്ങൾ 2-3 പ്രാവശ്യം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ അതും അർദ്ധരാത്രി സമയത്ത് നോക്കിക്കണ്ടു എന്നുള്ളതാണ്. അതൊരു ഭീകരമായ വാർത്തയാണ്. പക്ഷേ നമുക്കറിയുന്ന പോലെ തന്നെ ആ വാർത്തയുടെ പുറകിൽ സഞ്ചരിച്ചത് റിപ്പോർട്ടർ TV ആയതുകൊണ്ട് അവർ തന്നെയാണ് ആ വാർത്തയെ ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിച്ചതും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, എവിടെയും എന്തും സംഭവിക്കും എന്ന് തന്നെ വിശ്വസിക്കേണ്ടതുണ്ട്. പൊതുവെ കോടതികൾ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലിരിക്കുമ്പോഴാണ് എം സ്വരാജിൻ്റെ വിധി വരുന്നത്. അപ്പോൾ അതിലൊരു അത്ഭുതം ഒന്നും എനിക്ക് തോന്നുന്നില്ല. എം സ്വരാജിൻ്റെ വിധിയല്ല ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന മക്കളും ഒരിക്കലും ഓഡിറ്റ് ചെയ്യപ്പെടാത്ത മക്കളുമുണ്ട്. കോടിയേരിയുടെ മകൻ കൂടി അറസ്റ്റിലാവുന്നത് CPM-ന് ഇരട്ട പ്രഹരമാണ്. പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ വൻ ബിനാമി ഇടപാടുകളുടെ വേര് തേടി ED തലസ്ഥാനത്ത്. മയക്കുമരുന്ന് ഉപയോഗം, വിൽപ്പന, കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ്, ബിനാമി ഇടപാടുകൾ. ED ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാടകീയ രംഗങ്ങൾ. കുടുംബത്തെ മറയാക്കി EDയെ വിരട്ടാൻ സർക്കാരും പാർട്ടിയും ശ്രമിക്കുകയാണ്. ആരെക്കുറിച്ചല്ല പറഞ്ഞത്, നമ്മുടെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. ഇവിടെ ഇപ്പോൾ നിന്ന് പൂണ്ടു വിളയാടാണ് അനിൽ ആന്റണി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കോൺഗ്രസിൻ്റെ അടയാളത്തിലാണ്, അതും AK ആന്റണിയുടെ അടയാളത്തിലാണ്. സ്ഥാനാർത്ഥിയായി ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ഇത്തവണ തീർച്ചയായിട്ടും ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കില്ല. അടുത്ത തവണ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണോ? അടുത്ത തവണത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം അതൊക്കെ ഇപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഈ കോൺഗ്രസ് പാർട്ടിയെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യുക എന്നുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ചിലരൊക്കെ മത്സരിക്കുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കും. ഇന്ന് ആ ചോദ്യം ഞങ്ങൾ ഒരാളോട് ചോദിച്ചു. മറുപടി, ഇത്തവണ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ സെൽ കൺവീനറും AK ആന്റണിയുടെ മകനുമായ അനിൽ ആന്റണി. ബിജെപിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ്. അക്കാര്യത്തിൽ എന്താണ് ഒരു വിശദീകരണം നൽകാനുള്ളത്? ഇതെല്ലാം എനിക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിൽ എനിക്ക് പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ രാജിവെക്കുന്നു. ഞാൻ എൻ്റെ പ്രൊഫഷണൽ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിനും ഇന്നത്തെ സാഹചര്യത്തിൽ ഞാനില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം BJPയിലേക്ക് പോയി. ഇന്ത്യയെ അടുത്ത 125 വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി. ഇന്ത്യയെ അടുത്ത 125 വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി. അനിൽ ആന്റണി എന്നുള്ള പേരില്ലെങ്കിൽ ആ അനിൽ ഒന്നും തന്നെയല്ല. അത് അയാൾക്കും അറിയാം. വർഷങ്ങളായിട്ട് കേരളത്തിൽ വിശുദ്ധനായിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവേ ഉള്ളൂ, അത് AK ആന്റണിയാണ്. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ മാധ്യമങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം അത് വീണുടയുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അവിടേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല. കാരണം അത് ഓഡിറ്റ് ചെയ്യപ്പെടാത്ത മക്കളാണ് AK ആന്റണിയുടെ മക്കളും ഉമ്മൻചാണ്ടിയുടെ മക്കളുമൊക്കെ. എന്നാൽ ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്ന പോലത്തെ ദല്ലാൽ നന്ദകുമാറിൻ്റെ ഒരു വാർത്ത നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെയാണ് വരുന്നത് എന്ന് വയ്ക്കാൻ പൊളിച്ചേനെ ഇന്ന് മാധ്യമങ്ങൾ. വെളിപ്പെടുത്തൽ എപ്പോഴാണെന്ന് അറിഞ്ഞേനെ, വെളിപ്പെടുത്തലിൻ്റെ പിന്നാലെ പോയേനെ. ഇതിപ്പോൾ എന്തായാലും മാതൃഭൂമി ചില വിവരങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മൊത്തം കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താം. PJ നന്ദകുമാർ ഇന്നലെ അനിൽ ആന്റണിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ പ്രതികരണവുമായി PJ കുര്യൻ. നന്ദകുമാർ തന്നെ വന്ന് കണ്ടിരുന്നു. അനിൽ ആന്റണി വാങ്ങിയ പണം തിരികെ കിട്ടാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് വന്നത്. എത്ര രൂപയാണ് കിട്ടാനുള്ളതെന്നോ എന്തിനു വേണ്ടിയാണ് പണം നൽകിയതെന്നോ തനിക്ക് അറിയില്ലെന്നും PJ കുര്യൻ പറഞ്ഞു. സ്ഫോടനാത്മകമായ വാർത്തയാണ് TG നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. അത് അഡ്രസ് ചെയ്യാണ് PJ കുര്യനൊക്കെ ചെയ്തത്. അപ്പോൾ അതിലെന്തോ ഉണ്ട്. ഏഷ്യാനെറ്റും മനോരമയും ഈ വാർത്ത തൊടാതെ പോകുന്നത് കണ്ടപ്പോഴാണ് ഇതിൽ അത്ഭുതം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മാതൃഭൂമി പറയുന്നുണ്ട്. ക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ച TG നന്ദകുമാറിന് BJPയിലും ഉന്നത ബന്ധമെന്നാണ് വിവരം. സംസ്ഥാന BJPയുടെ ചുമതലക്കാരനായി പ്രകാശ് ജാവദേക്കർ കേരളത്തിലെത്തിയപ്പോൾ സ്വീകരിച്ചത്
നന്ദകുമാർ ആയിരുന്നു. ഇത് തെളിയിക്കുന്ന ദൃശ്യങ്ങളൊക്കെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. എന്നാൽ നന്ദകുമാറിനെ അറിയില്ലെന്നായിരുന്നു പ്രകാശ് ജാവദേക്കറുടെ മറുപടി. AK സ്റ്റെഫിനുണ്ട് നമുക്കൊപ്പം. പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇന്ന് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രകാശ് ജാവദേക്കറോട് അടക്കം ഈ കാര്യം ചോദിച്ചപ്പോൾ ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്നൊരു മറുപടിയായിരുന്നു പറഞ്ഞിരുന്നത്. അത് കള്ളമാണ് അത് എന്ന് വ്യക്തമാവുകയാണ് ഈ ദൃശ്യങ്ങളിലൂടെ. കാരണം പ്രകാശ് ജാവദേക്കർ കേരളത്തിൽ എത്തിയത് തന്നെ ദല്ലാൽ നന്ദകുമാറിന് ഒപ്പമാണ്, ഒരേ വിമാനത്തിലാണ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചതും ഒരേ കാറിലാണ് ഇവർ സഞ്ചരിച്ചത് എന്ന് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ BJP ഇതിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. പ്രത്യേകിച്ച് എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് മനോരമ വാർത്ത ചെയ്യുമ്പോഴും ഏഷ്യാനെറ്റ് വാർത്ത ചെയ്യുമ്പോഴും മനസ്സിലായി. ഇന്നലെ ബിനു ജോൺ ആന്റണിയുമായി ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പോലും ചോദിച്ചില്ല. ഇന്നത്തെ മനോരമ വാർത്തയിലും ഇതിൻ്റെ ലാഞ്ചനകളൊന്നും തന്നെ ഇല്ല. ഇന്ത്യയിലെ പ്രതിരോധ ഇടപാടുകൾ പലതും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സൗകര്യം പോലെ കാശ് വാങ്ങിച്ചു എന്നുള്ളതാണ് അനിൽ ആന്റണിക്കെതിരെ UDF ഭരണകാലത്തുള്ള ആരോപണം. അത് കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടാതായി. അപ്പോൾ അദ്ദേഹം അടുത്ത മേച്ചിൽപ്പുറം തേടിപ്പോയി. പ്രകാശ് ജാവദേക്കറും അനിൽ ആന്റണിയും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള ബന്ധമൊക്കെ സാധാരണ മാധ്യമ പ്രവർത്തകർക്ക് ഒന്ന് വായിച്ചാൽ അറിയാവുന്നതാണ്. ഏഷ്യാനെറ്റ് കൃത്യമായി പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്യാതിരിക്കുന്നത് കണ്ടപ്പോഴേ ഒരു സംശയം തോന്നി. ഇന്ന് K. സുരേന്ദ്രൻ വയനാടുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണം എന്ന് പറഞ്ഞത് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ശ്രദ്ധിക്കപ്പെടേണ്ട മേഖലകളുണ്ട്. മാധ്യമങ്ങൾ കരുതിക്കൂട്ടി വിലപ്പെട്ട മക്കൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുന്നതാണ്. ഇതാങ്ങാനും കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആയിരുന്നു എന്ന് വെച്ചാൽ ഒളിച്ചേനെ. എന്താ ചെയ്യാ? സിന്ധു സൂര്യകുമാർ, ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം, ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്തകൾ. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.